ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ ജീവകാരുണ്യ ചലഞ്ച് നടത്തി. പായസ ചലഞ്ചാണ് നടത്തിയത്. പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡിലെ രക്താർബുദ രോഗിയെ സഹായിക്കാനാണ് പായസ ചലഞ്ച് നടത്തിയത്. ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ 428ാമത് ജീവകാരുണ്യ ചലഞ്ച് സംഘടിപ്പിച്ചു. പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡിലെ രക്താർബുദ ബാധിതയെ സഹായിക്കുവാനാണ് പായസ ചലഞ്ച് സംഘടിപ്പിച്ചത്. ഇതിലൂടെ ലഭിച്ച 1,31,200 രൂപ ക്യാൻസർ ബാധിതയുടെ കുടുംബത്തിന് കൈമാറിയെന്ന് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേവിഡ് പറഞ്ഞു. കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ 428ാമത്തെ ചലഞ്ച് ഇന്ന് ഗാന്ധി ജയന്തി ദിനമാണ്. ഗ്രാമങ്ങളിൽ ഏറ്റവും ബുദ്ധിമുട്ടുന്നവരെ സ്നേഹിക്കുക എന്നുള്ള ഗാന്ധി ജയന്തിക്ക് ഒത്തിരി പ്രോഗ്രാമുകൾ വരും. ഈ പരിപാടികളുണ്ട്. എന്നോട് മെമ്പർ പറഞ്ഞു 9 പരിപാടിയുണ്ടെന്ന്. പക്ഷേ 9 പരിപാടിയും ഒരാൾക്ക് പോലും നേരിട്ട് ഒരു സഹായം ചെയ്യാൻ പറ്റാത്തതെന്നാണെന്ന് മെമ്പർ തന്നെ എന്നോട് പറഞ്ഞു. പരിപാടികൾക്കൊരു കുറവില്ല, എന്നാൽ ബുദ്ധിമുട്ടുന്നവരുടെ മുമ്പിൽ ഒരു ആക്ഷൻ പെട്ടെന്ന് നമുക്ക് ഇടപെടാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പരാജയം. കുന്തുരുത്തിലെ ബാവുച്ചാനാണ് ഏറ്റവും അവസാനം പറഞ്ഞത്. പക്ഷെ അവിടെ ഉടൻ തന്നെ ഒത്തിരി പേര് ടീച്ചറെ മെമ്പർ ഒത്തിരി പേര് പറഞ്ഞു ഈ കേസ്. എന്നാൽ പോലും ബാവുച്ചാൻ പറഞ്ഞു അവരുടെ സ്ഥിതി വളരെ ദയനീയമാണ് എന്ന് പറഞ്ഞപ്പം എനിക്കത് കുറച്ചുകൂടി പലരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേസ് ആയതുകൊണ്ട് 20 പൈസ ഉള്ളൂ. അത് RCCയിൽ ട്രീറ്റ്മെൻ്റ് ആണ്. നമ്മുടെ ഇടപെടലുണ്ടായാൽ 1,31,100 രൂപ നമുക്ക് ശേഖരിക്കാൻ സാധിക്കും. ഈ പായസം ചലഞ്ചിനെ സഹായിച്ച ഒത്തിരി പേർ, പന്തിരിട്ടുന്ന ബാബു, പായസം വെച്ച് തന്ന ജെസ്സി, ചെലപ്പച്ചയുടെ ചായക്കട, അരി തന്ന ജോൺസൺ, സന്തോഷിൻ്റെ പലചരക്കെടുത്ത് ബാക്കി സാധനങ്ങൾ തന്നു. അങ്ങനെ എടുത്തു പറയത്തക്ക വിധത്തിൽ ഓരോ സഹായങ്ങളും, ഹരികുമാറിൻ്റെ ഗാനമേള, പാട്ട്, അങ്ങനെ ശരിക്കും ഗാന്ധി ജയന്തി ഞങ്ങൾ നന്നായി ആഘോഷിച്ചു. രാവിലെ 10 മണിക്ക് മഴയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും മഴയൊക്കെ മാറി വെയിലേക്ക് നല്ല അന്തരീക്ഷം. വെയിലത്ത് കഷ്ടപ്പെട്ട് ഒത്തിരി ഉണ്ണികൃഷ്ണൻ എനിക്ക് പ്രത്യേകം പറയാതിരിക്കാൻ പറ്റത്തില്ല. രാവിലെ 10 മണിക്ക് വെയിലത്ത് വന്നിരുന്ന മനുഷ്യനാണ്. രാത്രി 9 മണി വരെയും അദ്ദേഹം ഞങ്ങളുടെ കൂടെ വെയിലുകൊണ്ട് എല്ലാവരും കഷ്ടപ്പെട്ടെങ്കിൽ പോലും ഉണ്ണികൃഷ്ണൻ എടുത്തു പറയാതിരിക്കാൻ പറ്റത്തില്ല. തീർച്ചയായും ഇങ്ങനെ ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും ആ കുടുംബത്തിന് വേണ്ടി, രാജലക്ഷ്മിയുടെ കുടുംബത്തിന് വേണ്ടി നന്ദി പറയുന്നു. ഒപ്പം തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയും ആ കുടുംബത്തിന് വേണ്ടി ഉണ്ടാവണം. 20 വയസ്സേ ഉള്ളൂ. ആ കുഞ്ഞിൻ്റെയൊക്കെ ദയനീയ സ്ഥിതി കണ്ടാൽ ഇപ്പോഴും ആൾക്കാർ പൈസ കൊണ്ട് തരികയാണ്, മേടിച്ചു. അത്തരത്തിൽ ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ആ ഒരു കരുതൽ ചൂടുകൊണ്ട് അവിടെ നന്ദി അറിയിക്കുന്നു. ഈ പൈസ മെമ്പറെ ഏൽപ്പിക്കുന്നു. ബാങ്കിൽ ഇടാൻ വേണ്ടി എത്ര രൂപയാണ്? 100. അപ്പോൾ 1,37,200 ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രാജീവ്, സബിത, മറ്റ് പ്രവർത്തകരായ ശാലിനി, ബൈജു, ബാബു, ജോമോൻ, റിയാസ, അഷ്റഫ്, സുഭാഷ്, ജോസ്, സന്ധ്യ, സിന്ധു, ശ്രീദേവി, ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. CD നെറ്റ് ന്യൂസ്, കായംകുളം.